ഈ സിനിമയുടെ കഥ കേൾക്കുന്ന സമയത്ത് ഇപ്പോൾ വിപിൻ ദാസാണ് കഥ നറേറ്റ് ചെയ്തത് എന്ന് പറഞ്ഞു. അപ്പം ഇപ്പോഴത്തെ സിനിമകൾ നോക്കിക്കഴിഞ്ഞാൽ ഒന്നെങ്കിൽ വലിയ സ്റ്റാർ കാസ്റ്റ് ഉള്ള സിനിമകൾ വെച്ചിട്ടായിരിക്കും ഹിറ്റ് ആവുന്നത്, അല്ലെങ്കിൽ കഥയുടെ ഒരു പ്രൊമൈസ് വെച്ചിട്ടായിരിക്കും. അപ്പം ഇത് കേട്ട സമയത്ത് ഇതിൽ വലിയ സ്റ്റാർ കാസ്റ്റ് എന്ന് പറയാനായിട്ട് അത് ഒരുപാട് വലിയ സ്റ്റാർ കാസ്റ്റുകൾ ഇല്ലാതെ, എന്നാൽ എന്താ എല്ലാ ക്യാരക്ടേഴ്സിനും ഈക്വൽ ഇമ്പോർട്ടൻസും കൊടുത്തിട്ടുള്ള കഥയിലും ഇമ്പോർട്ടൻസ് നന്നായിട്ടുണ്ട്. കേട്ട സമയത്ത് ഇത് എങ്ങനെ വിജയിക്കും, എങ്ങനെയായിരിക്കും ഇതിന് വിജയം കൊണ്ടുവരാൻ സാധിക്കുക എന്നാണ് തോന്നിയത്? അല്ല, ആദ്യത്തേന് മറുപടി പറയാം. ഈ വലിയ സ്റ്റാർ കാസ്റ്റ് ഇല്ലാത്തതുകൊണ്ടാണ് ഞങ്ങൾക്കൊക്കെ നല്ല വേഷം ചെയ്യാൻ പറ്റിയത്. ഇത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്യാരക്ടറിലേക്ക് നമ്മളെ ശ്രദ്ധിക്കപ്പെടുന്നത് അതുകൊണ്ടല്ലേ, അല്ലെങ്കിൽ പകുതി കൊണ്ടുപോകല്ലേ. പിന്നെ പറഞ്ഞിരുന്നു ഈ സിജു സണ്ണിയാണ്, ജോമോനാണ്, ഈ ഗ്രൂപ്പാന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് അവരെ രോമാഞ്ചം സിനിമ കണ്ടപ്പോൾ തൊട്ട് ഭയങ്കര ഇഷ്ടപ്പെട്ട രണ്ട് കുട്ടികളാണ്, രണ്ടുപേര്. അപ്പോൾ അവരാണെന്ന് അറിഞ്ഞപ്പോൾ തന്നെ നമുക്ക് യൂത്തിന് ഇഷ്ടമുള്ള, ഇപ്പോഴത്തെ യൂത്തിന് ഇഷ്ടമുള്ള അങ്ങനെയുള്ള ആൾക്കാരെയാണ് അവർ ബേസ് ചെയ്യിക്കുന്നത് അല്ലേ. ഈ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ വളരെ ഇഷ്ടമുള്ള ആൾക്കാരെയാണ്. ചിലപ്പോൾ എന്നെ പോലെ 90s വണ്ടി കിട്ടാത്തവർക്ക് ഇപ്പോഴും പിടുത്തം കിട്ടി കാണില്ല പലരും. ആരാണ് അല്ല, എനിക്ക് കിട്ടി. ഞാൻ പറയാം, എന്നെ പോലെ ഇനിയും കിട്ടാത്ത ഒരുപാട് പേരുണ്ടെന്നാണ് പറഞ്ഞത്. കാരണം ഈ കഴിഞ്ഞ ദിവസം ഒരു കമൻറ്റ് വായിച്ചപ്പോഴത്തേക്കിന് അതിൻ്റെ അതിൽ ഹാഷർ ടീം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ എഴുതി വന്നപ്പോഴേ അതിൻ്റെ അടി വേറെ കുറേ പേരുണ്ട്. ഇവനാരടാ, ഇതാരടാ, മറ്റേന്നൊക്കെ ചോദിച്ചിട്ട് കുറേ കമൻറ്റ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ അടിയിൽ ഒരാൾ എഴുതിയിട്ടുണ്ട്, 90s വണ്ടി കിട്ടാത്ത അമ്മമാർ കയറി മെഴുകുന്നുണ്ടല്ലോ എന്നും പറഞ്ഞിട്ട്. അപ്പം നമ്മൾ കാലം അങ്ങോട്ടാണ് പോണത്, ആരാണ് ഇപ്പം നിൽക്കണമെന്നൊക്കെ മനസ്സിലാക്കണ്ടേ. അപ്പോൾ അതിൽ നിന്ന് തന്നെ നമുക്ക് ഉറപ്പുണ്ടായിരുന്നു ഇതിൻ്റെ അകത്തൊരു സംഭവമുണ്ട്, നമുക്ക് എല്ലാവർക്കും ഒരേപോലെ റിലേറ്റഡ് ആവുക എന്നുള്ളതാണല്ലോ അല്ലേ. ചില കഥകൾ നമുക്ക് കുറച്ച് പേർക്കായിരിക്കും അത് റിലേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് പറയുന്നത്. പക്ഷെ ഇതങ്ങനെയല്ല, ഇത് എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്നതെന്നൊരു വിശ്വാസം ഉണ്ടായിരുന്നു. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്, ഷൂട്ട് നടക്കുന്ന സമയത്ത് പോലും നമുക്കൊരു പോസിറ്റീവ് എനർജി ഉണ്ടായിരുന്നു. ഇതെവിടെയോ ഇതിനൊരു സക്സസ് കിടപ്പുണ്ട്. ഇങ്ങനെ വാഴ അങ്ങനെ കഴിഞ്ഞ ദിവസം ഇപ്പം അറിഞ്ഞത് ഈ ഒരു വാഴ ഉണ്ടാവാനും ഒരു കുഞ്ഞ് ജനിക്കാനും ഏകദേശം ഒരേ സമയമാണ്. എനിക്ക് തോന്നുന്നു ഈ നോളജ് പലർക്കും ഇപ്പൊ കിട്ടിയത് ഈ ഒരു സിനിമയിൽ കൂടെ ആയിരിക്കും. അത് സിനിമ കൺവേ ചെയ്യുന്ന ഓരോ മെസ്സേജസ്, അതിൽ ഒരു മെസ്സേജ് ആയിട്ട് തന്നെ ഇത് നിൽക്കുകയാണല്ലേ. തീർച്ചയായിട്ടും. അല്ല, നമ്മുടെ പഴമക്കാര് എന്തെങ്കിലും ഒരു സാധനം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ നമ്മൾ പാടെ തള്ളിക്കളയണ്ട കേട്ടോ. അവര് പറഞ്ഞിരിക്കുന്നതിന് ഒരു അർത്ഥമുണ്ട്. പണ്ട് തൊട്ട് നമ്മൾ കേൾക്കുന്നതാണ്, ഇവന് വേറെ ഒരു വാഴ വെച്ചാൽ മതിയായിരുന്നു. എന്തുകൊണ്ടാണ് ആ വാഴ വെച്ചാൽ മതിയായിരുന്നു എന്നുള്ളത് ഇപ്പോഴാണ് പലർക്കും രജിസ്റ്ററായി തുടങ്ങിയത്. ഇതുവരെ അതൊരു മോശപ്പെട്ട സാധനം എന്ന് പറയുന്ന രീതിയിലായിരുന്നു തോന്നുന്നു അല്ലേ അതിൻ്റെ ഒരു സംഭവം. പക്ഷെ അങ്ങനെയല്ല, ഏറ്റവും വലിയ ചെടികളിലൊന്നാണ് വാഴ. ഒരു സാധനം പോലും നമുക്ക് വേസ്റ്റ് ആക്കാൻ പറ്റാത്ത ഒന്നാണ് വാഴ. അതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അങ്ങനെ ഒരു ഉപകാരമുള്ള സാധനം, അതായത് ഈ 10 മാസം നിനക്ക് വേണ്ടി മെനക്കെടുന്ന സമയം വാഴ വെച്ചാൽ അതിൽ നിന്ന് ഒരു കൊലയെങ്കിലും കിട്ടി, അത് വിറ്റെങ്കിലും നമുക്ക് ഗുണപ്പെടും എന്നുള്ളതാണ് അതിൻ്റെ ഒരു സാരാംശം എന്ന് പറയുന്നത്. ആ പേര് എനിക്ക് ഭയങ്കര അല്ലേ, നല്ല. ആദ്യമൊക്കെ കേൾക്കുമ്പോൾ വാഴയോ നമുക്ക് അങ്ങനെ ആദ്യം ചില പേര് കേൾക്കുന്നുണ്ട്, വാഴയോ അങ്ങനെ ഒരു പേരോ. നമ്മൾ പലരോടും പറയുമ്പോൾ ഏതാ സിനിമ പുതിയത്, ഞാൻ വാഴയോ ചോദിക്കും. ഇതിന്റെ സംവിധായകനെ പറ്റിയായിരുന്നു ചോദിക്കുന്നത്, ആനന്ദ് മേനോൻ. ഇപ്പം ആനന്ദിന്റെ കഴിഞ്ഞ സിനിമ ഗൗതമന്റെ രഥം എന്ന സിനിമ, അതും എന്താ ഭയങ്കരമായിട്ട് നമ്മളെ മെൽറ്റ് ചെയ്യിക്കുന്ന ഒരു സിനിമയായിരുന്നു. അവിടെ നിന്ന് വാഴ എന്നൊരു സിനിമ, അപ്പം ആനന്ദാണ് ഈ സിനിമ ഡയറക്റ്റ് ചെയ്യുന്നത് എന്നൊക്കെ അറിഞ്ഞപ്പോൾ എന്തായിരുന്നു തോന്നിയത്? ഇവരെല്ലാം ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ വിപിൻ ദാസുമായിട്ട് ഞാൻ നേരിട്ട് പരിചയമില്ല, ആനന്ദുമായിട്ട് എനിക്ക് നേരിട്ട് പരിചയമില്ല. ഇവരെല്ലാം പരിചയപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഉള്ളൊരു സന്തോഷം എന്ന് പറഞ്ഞാൽ, ഏതോ കാലത്തൊക്കെ എൻ്റെയൊക്കെ പ്രോഗ്രാം കാണാൻ വേണ്ടിയിട്ട് പല സ്ഥലങ്ങളിലും വരികയും ഭയങ്കര സന്തോഷത്തോടെ അത്ഭുതത്തോടെ നോക്കി നിന്നാണ് അവർ നമ്മളുടെ പിന്നീട് പറയുമല്ലോ, ഞങ്ങളൊക്കെ അങ്ങനെ വന്ന് കടയൊക്കെ പ്രോഗ്രാം കണ്ടിട്ടുണ്ട്, ഫസീസ് കട നോബിയുടെ ഒക്കെയാണ് പ്രോഗ്രാം കണ്ടിട്ടുണ്ട്. അപ്പം നിങ്ങളെയൊക്കെ നമുക്കിപ്പോൾ ഇത്ര അടുത്ത് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്നില്ല എന്നില്ലേ. അപ്പം ഞാൻ അവരോട് പറയും, ഇത് തിരിച്ചാണ് പറയണ്ടേ, പുതിയ തലമുറ നമ്മളെ ചേർത്ത് പിടിക്കുന്നില്ലേ, അവർ നമ്മളുടെ കഴിവ് കണ്ടെത്തി നമുക്ക് പറ്റുന്ന വേഷങ്ങളിലേക്ക് നമ്മൾ വിളിക്കുന്നില്ലേ. അതിനൊക്കെ മിടുക്കനാട്ടോ, ഭയങ്കര കൂളാണ്. ഒന്നാമതേ ആൾ ഇത്രയേ ഉള്ളൂ, ഒന്ന് കെട്ടിപ്പിടിക്കാൻ വെച്ചാൽ പോലും നമുക്കത് ഫീൽ ചെയ്യേണ്ട ഒരാളെ അതുപോലും ഇല്ലാത്തത്, അങ്ങനെ അത്രയും ഭയങ്കര കാമാണ്. പിന്നെ ഇവരെല്ലാം ഒരു വൈബാണല്ലോ മൊത്തത്തിൽ. ഇതെല്ലാം ഇപ്പം സംവിധായകൻ അല്ലെങ്കിൽ നടന്മാർ നടിമാരൊന്നുമല്ല, ഇവരെല്ലാം വാടാ കമ്പനിയാണ് ആ സെറ്റിൽ.
അപ്പോൾ നമ്മളിങ്ങനെ അത്ഭുതത്തോട് നോക്കിക്കാണ്. നമ്മൾ വന്നൊരു സ്കൂളൊക്കെ തമ്മിൽ ഒരുപാട് വ്യത്യാസം ഉണ്ടാവും. വിപിനാണെങ്കിലും നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവും. എനിക്ക് ഇതിൻ്റെ അകത്തൊരു സീന്, അത് പറയാൻ എനിക്കറിയില്ല. ഞാനിങ്ങനെ ഒരു ഇൻ്റർവ്യൂ കഴിഞ്ഞിട്ട് പുറത്തിറങ്ങി വരുമ്പോൾ ഞാൻ മകനോട് പറയുന്നൊരു ഡയലോഗുണ്ട്. അപ്പോൾ അത് ആ ഡയലോഗ് ഞാൻ ആദ്യം പറഞ്ഞപ്പോൾ നമ്മളൊരു സ്ഥിരം പറയണ ഒരു മീറ്ററിലായിരുന്നു ആ ഡയലോഗ് പറഞ്ഞത്. ഇവൻ പറഞ്ഞു, അതൊന്ന് ചിരിച്ച് വിഷമത്തോടെ ഒന്ന് പറയാൻ പറഞ്ഞു. അത് ഭയങ്കര നമുക്ക് അങ്ങനെയുള്ള ചില കാര്യങ്ങൾ നമ്മളെ എന്താ പറയുക, നമുക്ക് ചൂണ്ടിക്കാണിച്ച് തരുമ്പോൾ അപ്പോഴാണ് നമ്മൾ ചിന്തിക്കുന്നത്, ശരിയാണല്ലോ, ഇങ്ങനെ ചെയ്താൽ ഇതിന് ഇത്രയും ഭംഗിയുണ്ടല്ലോ എന്ന് തോന്നുന്നത്. ഭയങ്കര രസമുള്ള ഒരു ക്രൂ ആയിരുന്നു. ഞങ്ങളൊരു പിക്നിക്കായിരുന്നു. എത്ര ദിവസം ഉണ്ടായിരുന്നു ഷൂട്ടിംഗ് ഒക്കെ? ഞങ്ങൾക്ക് 15 ദിവസം എന്ന് പറഞ്ഞ് കൂടിയതാണ്, പക്ഷേ 28 ദിവസത്തോളം അവിടെ ഉണ്ടായിരുന്നു. കാര്യം ഈ സിനിമയ്ക്ക് നമ്മൾ അങ്ങനെയായിരുന്നു. അതിനൊരു ഡേറ്റ് അവർ പറയുന്ന സമയത്തൊക്കെ പോവുക എന്നുള്ളതായിരുന്നു. കാര്യം നമുക്ക് തോന്നിയിരുന്നു ഇത് ഒരു നല്ല പടമാണ്, നമ്മുടെ ക്യാരക്ടർ നല്ലതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതിൽ അച്ഛന്മാരുടെ ക്യാരക്ടേഴ്സിൽ ഇപ്പം നസീർക്ക, അസീസിക്ക, അതിൽ നോബി ചേട്ടൻ, നിങ്ങളെല്ലാവരും നേരത്തെ തൊട്ട് അറിയുന്നത്. ബാക്കി രണ്ടുപേര് അരുൺ ചേട്ടൻ, ജിബിൻ ചേട്ടൻ. അരുൺ സോളും പിന്നെ ജിബിനും. ആ, ഇവര് പുതിയതെന്നല്ല, നിങ്ങളുടെ കൂടെ അല്ലെങ്കിൽ പലരും എനിക്കൊന്ന് ചർച്ച ചെയ്യപ്പെടാതെയും അങ്ങനെ അധികം അങ്ങോട്ട് കാണുന്നില്ല ഇവരുടെ. പക്ഷെ നമുക്ക് ഒരുപാട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നു. ഇപ്പം എന്നെ പോലുള്ള പലർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന അച്ഛൻ കഥാപാത്രവും മറ്റേ ഇതുണ്ടല്ലോ, മകൻ പുറത്തു പോകാമെന്നുള്ള സീൻ വരുമ്പം നീ നിനക്ക് ഇഷ്ടമുള്ള ചെയ്താൽ മതി, ഇപ്പം ഞാൻ കഷ്ടപ്പെട്ട പോലെ കഷ്ടപ്പെടേണ്ട എന്നൊക്കെ പറയുന്ന ക്യാരക്ടേഴ്സ് ഒക്കെ. അപ്പം ഇവരെ പറ്റി എന്താ പറയാനുള്ളത്? അയ്യോ, അവരെ സംബന്ധിച്ചുള്ള ഒരു എന്താ പറയുക, ഭയങ്കര ഹാപ്പിയാണ്. കാരണം എനിക്ക് തോന്നുന്നത് അവർക്ക് ഇതിനു മുമ്പ് പല പടങ്ങളും ചെയ്തിട്ടുണ്ടെങ്കിലും ഇത്രയും നല്ല ക്യാരക്ടറുകൾ ചെയ്യുന്നത് അവർ ആദ്യമായിട്ടായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് രണ്ടുപേരും വളരെ മനോഹരമായിട്ട് ചെയ്തു. വളരെ മനോഹരമായിട്ട് ചെയ്തു. കാര്യം അതാണ് എനിക്ക് ഇതിനകത്ത് സ്ക്രിപ്റ്റിങ്ങിലുള്ള ഒരു പ്രത്യേകത. ഇതിൽ സാധാരണഗതിയിൽ നമ്മളൊരു 6 അച്ഛന്മാർ 6 മക്കൾ എന്നൊക്കെ പറഞ്ഞാൽ പിന്നീട് ഫോക്കസ് ചെയ്ത് വേറൊരു സൈഡിലേക്ക് പോകുമായിരിക്കും, ഒരാളിലേക്ക് ചുരുങ്ങുമായിരിക്കും. പക്ഷെ ഇത് അങ്ങനെയല്ല. ഈ 6 പേർക്കും സ്പേസ് ഉണ്ടെന്നുള്ളതാണ്. 6 അച്ഛന്മാർക്കും ഉണ്ട്, 6 മക്കൾക്കും ഒരേപോലെ സ്പേസ് ഉണ്ട്. അപ്പൊ അത് അവര് ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് എന്താ പറയാ, എനിക്ക് അതിപ്പോ നമുക്കൊന്നും പറയാൻ പറ്റുന്നില്ല. ബാങ്കിലെ സീൻ എനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തൊരു സീനായിരുന്നു. അസലായിട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പം ഈ ഒരുപാട് ആക്ടേഴ്സിൻ്റെ അടുത്ത് ഇപ്പം പുതിയ ആൾക്കാർ ഇപ്പം സിനിമയിലേക്ക് വരാൻ താല്പര്യമുള്ള ആളുകൾ, അത് പ്രായം വ്യത്യാസമില്ലാതെ ചെറിയ കുട്ടികളെന്ന് വെച്ചാൽ ഒരു 20s ഏജിലുള്ളവർ തൊട്ട് 50s 60s ഏജിലുള്ളവരൊക്കെ വരെ ഈ ആക്ടേഴ്സിൻ്റെ അടുത്തും ഡയറക്ടേഴ്സിൻ്റെ അടുത്തൊക്കെ ഇങ്ങനെ സോഷ്യൽ മീഡിയ ത്രൂ ഒക്കെ മെസ്സേജ് അയക്കാറുണ്ട്, ഒരു ചാൻസ് ഒപ്പിച്ച് തരുമെന്നൊക്കെ. അപ്പം നസീറയ്ക്ക് അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഫേസ് ചെയ്യാൻ അങ്ങനെയൊക്കെ എന്തെങ്കിലും വരാറുണ്ടോ? പിന്നെ ഒരുപാട് അവരുടെ അടുത്തപ്പോൾ എങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്യാറുള്ളത്? ഇതിൻ്റെ 1-2 പ്രശ്നങ്ങളെന്ന് വെച്ചാൽ, ഇപ്പം നമ്മളോട് ഒരാൾ വിളിച്ചിട്ട് പറയുന്ന ഇങ്ങനെ എനിക്കൊരു സിനിമയിൽ അഭിനയിക്കാൻ ആഗ്രഹമുണ്ട്. ഇപ്പോൾ ആൺകുട്ടിയോ പെൺകുട്ടിയോ കേട്ടോ, ആരും ആയിക്കോട്ടെ, പ്രായമൊന്നുമില്ല ഞാൻ പറയണത്. അവരിങ്ങനെ നമ്മളോട് പറയണം. നമ്മൾ ഇപ്പോൾ ഒരു ചർച്ചയിൽ ഇരിക്കുമ്പോൾ അതിൻ്റെ അകത്തേക്ക് നമുക്ക് പറയാൻ പറ്റുന്നൊരു റോള് വേണം. ആ ചർച്ചയിൽ നമുക്കത് പറയാൻ പറ്റണം. പുറത്തുനിന്ന് കാണുന്ന വിചാരിക്കും എല്ലാ സിനിമയിലും ഇവർ പറഞ്ഞാൽ നടക്കുമെന്ന്. അങ്ങനെ ഒരിക്കലും നടക്കൂല. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ സിനിമയുടെ ഒരു മേക്കിംഗ് രീതി എന്ന് പറഞ്ഞാൽ അവർ മുൻകൂട്ടി ആർട്ടിസ്റ്റുകളെ കണ്ടെത്തി അവർക്ക് സ്പെഷ്യൽ പുതിയ ആൾക്കാരാണെങ്കിൽ അവർക്ക് കോച്ചിങ് കൊടുത്ത് അല്ലേ, അങ്ങനെ ക്ലാസ് ഒക്കെ കൊടുത്ത് അവരെ ഒന്ന് ട്രെയിൻ ചെയ്യിപ്പിച്ചിട്ടൊക്കെയാണ് അവർ കൊണ്ടുവരുന്നത്. അത്രയും പ്രീ പ്രൊഡക്ഷൻ നടക്കുന്നുണ്ട് ഇപ്പോഴത്തെ സിനിമയ്ക്ക് വേണ്ടിയിട്ട്. അപ്പോൾ അവർക്ക് വ്യക്തമായ ധാരണയുള്ള സ്ഥലത്ത് നമുക്കൊരാളെ എങ്ങനെ നമുക്ക് പറയാൻ പറ്റും പലപ്പോഴും. അല്ലെ അവർ ചോദിക്കും. ഇപ്പം ഇപ്പോഴത്തെ 1-2 പടങ്ങൾക്കൊക്കെ നമ്മളോട് ചോദിക്കുക ഇങ്ങനെ ഇതിന് പറ്റിയ വേഷങ്ങളുണ്ടെന്ന് ചോദിക്കുമ്പോൾ അപ്പോൾ നമുക്ക് ഓർമ്മ വരുമ്പോൾ നമ്മൾ ചിലപ്പം അവരെയൊക്കെ ഇവരെ ഒന്ന് നോക്കാൻ നമുക്ക് പറയാൻ പറ്റും. എന്നെ കൊണ്ട് പറ്റുന്നതൊക്കെ ഞാൻ ശ്രമിക്കാറുണ്ട്. പിന്നെ ഈ വരുന്നവര് അവിടെ വന്നിട്ട് മര്യാദയ്ക്ക് പെരുമാറിയില്ലെങ്കിൽ ആ ചീത്തപ്പേരും കൂടെ നമുക്ക് ഒരു കാര്യമില്ലാതെ മേടിച്ചു വെക്കുന്നതാണ്. അതാണ് ഇതിന്റെ ഏറ്റവും വലിയ റിസ്ക് എന്ന് പറയാം. പക്ഷെ എന്നാലും എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ മാക്സിമം ഹെൽപ്പ് ചെയ്യാൻ നോക്കാറുണ്ട്. പിന്നൊക്കെ അവരുടെ ഭാഗ്യം പോലെയാണ്. പിന്നെ ഒരു കാര്യം ഞാൻ എപ്പോഴും പറയാൻ ആഗ്രഹിക്കുന്നത്, നമ്മുടെ ഒരു അധ്വാനം വേണം. ഇതിന്റെ പിന്നാമ്പുറത്തെ ഒരു കഷ്ടപ്പാട് നമ്മൾ അറിയുക തന്നെ വേണം. അല്ല റെക്കമെൻഡേഷൻ ഒരാൾ പറഞ്ഞു പോവുക എന്നൊക്കെ പറയുന്നതിനേക്കാൾ ഉപരി പോകാം, പക്ഷെ എന്നാൽ പോലും ഇതിൻ്റെ ഒരു അധ്വാനം അറിയണം. എന്നാലേ അതിനൊരു വില ഉണ്ടാവുള്ളൂ.
അപ്പം അതുപോലെ ഇനിയും വരാനിരിക്കുന്ന സിനിമകളൊക്കെ ഏതൊക്കെയാണ്? പുതിയ ആൾക്കാരുടെയൊക്കെ സിനിമകളുണ്ടോ അതിൽ? ഖാലിദ് റഹ്മാന്റെ സിനിമ, നമ്മുടെ നെസ്ലിനൊക്കെ കൂടി അഭിനയിക്കുന്ന ബോക്സിംഗ് പടം, അതൊക്കെ നല്ല യാത്രയായിരിക്കും. പിന്നെ വിനയൻ സാറിന്റെ മോൻ ചെയ്തിരിക്കുന്ന പടമാണ് ആനന്ദ് ശ്രീബാല. അതിലൊരു 2 സീനുള്ളൊരു ക്യാരക്ടറാണ്, അത് നേരത്തെ ചെയ്തതാണ്. പിന്നെ ഒന്ന് എം എ നിഷാദക്കാടെ ഒരു അന്വേഷണത്തിൽ തുടങ്ങും, ഒരു ഇത്തിരി ഹ്യൂമർ ചേർന്നിരിക്കാൻ. അതാണ് ഇപ്പൊ ഇറങ്ങാനുള്ള പടങ്ങൾ എന്നുള്ളത്. പിന്നെ ഈ പറഞ്ഞ പോലെ കഥകളൊക്കെ കേൾക്കുന്നു, ഓരോന്ന് നോക്കുന്നല്ലേ. നമുക്ക് എന്തെങ്കിലും ചെയ്യാനൂടെ വേണമല്ലോ, എന്തെങ്കിലുമൊക്കെ അല്ലേ? അതെ. അപ്പം വാഴ എന്തായാലും ഭയങ്കര സക്സസ്ഫുൾ ആയി എടുക്കൊണ്ടിരിക്കുന്നു. പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളത്? ഇത് തന്നെയാ പറയാനുള്ളത്. സക്സസ്ഫുൾ ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നു, നിങ്ങൾ കാണുക. സക്സസ്ഫുൾ ആക്കാൻ വേണ്ടിയിട്ട് അല്ല ഞാൻ ഈ പറയണത്, ഇനിയും സക്സസ്ഫുൾ ആകാൻ അല്ല, അങ്ങനെ ആവട്ടെ. അതിലുപരി ഒന്ന് കണ്ടിരിക്കണം ഈ പടം, അല്ലേ? അതെ. കാര്യം ചിലപ്പോൾ നമ്മുടെ ഫാമിലിയിലെ പലർക്കും ഈ സിനിമ കണ്ടു കഴിയുമ്പോൾ ഒരു പുനർചിന്തനം ഉണ്ടാവാം. അവരുടെ ആറ്റിറ്റ്യൂഡിൽ ഇതാ ഇങ്ങനെയായിരുന്നു അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ആവണ്ടേ എന്നൊരു തോന്നലുണ്ടാവാം. അത് മക്കൾക്കുണ്ടാവും. ഈ ഒരു ക്യാരക്ടർ കണ്ടിട്ട് സിനിമയായിട്ട് ബന്ധമില്ലാത്ത ആരെങ്കിലും അങ്ങനെ വന്ന് സംസാരിച്ചു ഇത് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നതാണെന്നൊക്കെ? ഇപ്പോഴൊന്നും ഇങ്ങനെ വിളിക്കുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്. പക്ഷെ ഈ പറഞ്ഞ പോലെ ഇപ്പൊ നമ്മൾ ഇന്റർവ്യൂ എടുക്കുന്ന സമയം എന്ന് പറഞ്ഞാൽ പടം റിലീസ് ചെയ്യുന്ന സാധ്യത. ഇനിയാണ് നമ്മുടെ ഇതിന്റെ കൂടുതൽ അഭിപ്രായങ്ങളും കാര്യങ്ങളും അറിയാൻ പോകേണ്ടിയിരിക്കുന്നത്. ഉണ്ടാവും. ഓക്കെ, അപ്പം വാഴ സിനിമ എന്തായാലും സക്സസ്ഫുള്ളായി പോകുന്നു. ഇനിയും വലിയ വലിയ വിജയമാവട്ടെ. ആൻഡ് ഒരുപാട് നല്ല കഥാപാത്രങ്ങൾ ഇനിയും നമ്മൾ ഒരുപാട് ചിരിപ്പിച്ചു. ഇപ്പം ഒരു കലിപ്പൻ രൂപത്തിലുള്ള ഒരു അച്ഛനെ നമ്മൾ കണ്ടു, നമ്മളെ വിഷമിപ്പിച്ചു. എല്ലാ രീതിയിലുള്ള ക്യാരക്ടേഴ്സും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇനിയും ആഗ്രഹിച്ച പോലുള്ള ഒരുപാട് കഥാപാത്രങ്ങളും സിനിമകളും ഒക്കെ ചെയ്യാൻ സാധിക്കട്ടെ. താങ്ക് യു സോ മച്ച് ആൻഡ് ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്.